ഉൽപ്പത്തി അദ്ധ്യായം 10. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫിത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാവിത്. ജലപ്രളയത്തിന്റെ ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫിത്തിന്റെ പുത്രന്മാർ ഗോമെർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബൽ, മേശക്, തീരാസ്. ഗോമെരിന്റെ പുത്രന്മാർ അസ്കെനാസ്, റീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീഷ, തർഷീഷ്, കിത്തീം, ദോദാനീം. ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷയായും ജാതിയായും കുലംകുലമായും പിരിഞ്ഞു. ഹാമിന്റെ പുത്രന്മാർ കൂഷ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂഷിന്റെ പുത്രന്മാർ സെബ, ഹവീല, സബ്ദ, രാമ, സബ്തെക്ക. രാമായുടെ പുത്രന്മാർ ഷെബയും ദെദാനും. കൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പഴഞ്ചൊല്ലായി. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ, ഏരെക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. ആ ദേശത്ത് നിന്ന് അശൂർ പുറപ്പെട്ട് നിനവെ, രഹബോത്ത് പട്ടണം, കാലഹ്, നിനവേക്കും കാലഹിനും മധ്യേ മഹാനഗരമായ രേസൻ എന്നിവ പണിതു. മിസ്രയീമോ ലുദീം, അനാമീം, ലെഹാബീം, നഫ്തൂഹീം, പത്രൂസീം, കസ്ലൂഹീം ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. കനാൻ തന്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യെബൂസ്യൻ, അമോര്യൻ, ഗിർഗഷ്യൻ, ഹിവ്യൻ, അർക്കൻ, സീന്യൻ, അർവാദ്യൻ, സെമാര്യൻ, ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു. പിന്നീട് കനാന്യ വംശങ്ങൾ പരന്നു. കനാന്യരുടെ അതിർ സീദോൻ തുടങ്ങി ഗെരാർ വഴിയായി ഗസ വരെയും സോദോമും ഗൊമോറായും ആദ്മായും സെബോയീമും വഴിയായി ലാശ വരെയും ആയിരുന്നു. ഇവർ അതത് ദേശത്തിൽ ജാതിയായും കുലംകുലമായും ഭാഷയായും ഹാമിന്റെ പുത്രന്മാർ. ഏബെരിന്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫെത്തിന്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു. ഷേമിന്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷാദ്, ലൂദ്, അരാം. അരാമിന്റെ പുത്രന്മാർ ഊസ്, ഹൂൾ, ഗേഫർ, മഷ്. അർപ്പക്ഷാദ് ഷാലഹിനെ ജനിപ്പിച്ചു. ഷാലഹ് ഏബെരിനെ ജനിപ്പിച്ചു. ഏബെരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലെഗ് എന്നു പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. അവന്റെ സഹോദരന് യൊക്താൻ എന്നു പേർ. യൊക്താനോ അൽമോദാദ്, ഷാലെഫ്, ഹസർമാവെത്ത്, യാരഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബീമയേൽ, ഷെബ, ഓഫീർ, ഹവീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവരെല്ലാവരും യൊക്താന്റെ പുത്രന്മാരായിരുന്നു. അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സോഫാർ വരെ ആയിരുന്നു. ഇവർ അതത് ദേശത്തിൽ ജാതിയായും കുലംകുലമായും ഭാഷയായും ഷേമിന്റെ പുത്രന്മാർ. ഇവർ തന്നെ ജാതിയായും കുലംകുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്.